നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 9 PM ആരംഭിക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് ഉള്ളത് തന്നെയാണ്. മഹാരാഷ്ട്രയിൽ മഹാഅഘാടി സർക്കാരിനെ അട്ടിമറിക്കാൻ BJPയുടെ കുതിരക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം മുസ്ലിം ലീഗ് മുൻ MLA KN ഖാദർ RSS വേദിയിലെത്തിയിരിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. ആ വിവരങ്ങൾ നോക്കാം. പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പുമായി കോടിയേരി വന്നിട്ടുണ്ട്. അതുമായി കോടിയേരി എന്ത് സംസാരിച്ചു എന്നതിനെക്കുറിച്ച് അറിയാം. യശ്വന്ത് സിൻഹ സംയുക്ത പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ വാർത്തകളുണ്ട്. വാർത്തകളിലേക്ക് വരാം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. VKC പാദരക്ഷകൾ വാങ്ങും, സമ്മാനങ്ങൾ നേടും. VKC പ്രൈഡ് 2022 സെലിബ്രേഷൻ. മഹാരാഷ്ട്രയിൽ മഹാഅഘാടി സർക്കാരിനെ അട്ടിമറിക്കാൻ BJPയുടെ കുതിരക്കച്ചവടം. 22 MLAമാരുമായി ശിവസേന മന്ത്രി ഏക്നാഥ് ഷിൻഡെ BJP ക്യാമ്പിൽ. ഷിൻഡെയ്ക്കൊപ്പം 35 MLAമാരുണ്ടെന്ന് BJP. ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ രൂപീകരിക്കാൻ BJP നീക്കം. ഷിൻഡെയെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തുനിന്ന് നീക്കി. മുസ്ലിം ലീഗ് മുൻ MLA KN ഖാദർ RSS വേദിയിൽ. RSS ദേശീയ നേതാവ് J നന്ദകുമാറിനൊപ്പം വേദി പങ്കിട്ടു. KN ഖാദർ പങ്കെടുത്തത് കോഴിക്കോട് കേസരിയിൽ സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിൽ. പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പുമായി കോടിയേരി. പ്രതിപക്ഷം തീക്കളി നിർത്തണം, അല്ലെങ്കിൽ ജനം പാഠം പഠിപ്പിക്കും. സ്വപ്നയുടെ ദുഷ്പ്രചരണത്തിനു പിന്നിൽ BJPയും UDFും. കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ പ്രതിപക്ഷ ലക്ഷ്യമെന്നും കോടിയേരി. യശ്വന്ത് സിൻഹ സംയുക്ത പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. വെങ്കയ്യ നായിഡു BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായേക്കും. അക്തിപതിൽ പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാരും സൈന്യവും. പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് VK സിംഗ്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണക്കേസിൽ രാഹുൽ ഗാന്ധിയെ 5ാം ദിനവും ചോദ്യം ചെയ്ത് ED. കോൺഗ്രസ് ED ഓഫീസ് മാർച്ച് പോലീസ് തടഞ്ഞു. MPമാർ അറസ്റ്റിൽ. KPCC പുനഃസംഘടനാ പട്ടിക ഹൈക്കമാൻഡ് തള്ളി. ചിന്തൻ ശിബിർ തീരുമാനങ്ങൾ പാലിച്ചില്ലെന്ന് AICC. കേരള സർവകലാശാലയ്ക്ക് ചരിത്ര നേട്ടം. NAC A++ അക്രഡിറ്റേഷൻ കേരള സർവകലാശാലയ്ക്ക്. IIT നിലവാരമുള്ള റാങ്ക് ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയെന്ന നേട്ടവും സ്വന്തം. +2 പരീക്ഷയിൽ വിജയം 83.87%. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീട പോരാട്ടം നാളെ മുതൽ. മുംബൈ മധ്യപ്രദേശ് ഫൈനൽ രാവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം മഹാരാഷ്ട്രയിലേക്ക് തന്നെ പോകാം. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സർക്കാരിനെ അട്ടിമറിക്കാൻ BJPയുടെ കുതിരക്കച്ചവടം തുടരുകയാണ്. 22 MLAമാരുമായി ശിവസേന മന്ത്രി ഏക്നാഥ് ഷിൻഡെ BJP ക്യാമ്പിൽ. ഷിൻഡെയ്ക്കൊപ്പം 35 MLAമാരുണ്ടെന്ന് BJP വാദം. ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി സർക്കാർ രൂപീകരിക്കാൻ BJP നീക്കം. ശരത് പവാർ ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച അല്പസമയത്തിനകം ഉണ്ടാകും. വിവരങ്ങൾ നൽകാൻ മുംബൈയിൽ നിന്ന് പ്രേംലാൽ ചേരുന്നുണ്ട്. പ്രേംലാൽ, ഏകദേശം ഗോവ, കർണാടക, മധ്യപ്രദേശ് അങ്ങനെ ഇന്ത്യയുടെ ഉത്തരമേഖലയിലുള്ള പല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ കുതിരക്കച്ചവടങ്ങൾ അല്ലെങ്കിൽ പണപ്പെരുപ്പമുള്ള രാഷ്ട്രീയത്തിന്റെ പകിട് BJP കാണിച്ചുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിന്റെ പകിട്ട് എത്രത്തോളം ഉണ്ടാവുമെന്നറിയാൻ വേണ്ടി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കവുമായി മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഫോൺ സംവാദത്തിൽ മുംബൈയിലേക്ക് തിരിച്ചു വരാനാണ് താക്കറെ ഷിൻഡെയോട് ആവശ്യപ്പെട്ടത്.
എന്നാൽ MLA-മാർക്കൊപ്പം പാർട്ടിയിലേക്ക് തിരിച്ചുവല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ. ശിവസേനയുടെ ഹിന്ദുത്വ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഷിൻഡെ BJP സഖ്യത്തിനായി സമ്മർദ്ദം ചെലുത്തിയതായാണ് അറിയാൻ കഴിഞ്ഞത്. കോൺഗ്രസ് NCP പാർട്ടിയുമായുള്ള സഖ്യം ഒഴിവാക്കി BJP-യുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യമാണ് താക്കറെയുമായി നടന്ന ഫോൺ സംഭാഷണത്തിലും ഏക്നാഥ് ഷിൻഡെ ആവർത്തിച്ചത്. തനിക്ക് മന്ത്രിയായില്ലെങ്കിലും കുഴപ്പമില്ല, BJP-യുമായി സഖ്യം ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കാനാണ് വീണ്ടും ഏക്നാഥ് ഷിൻഡെ ആവർത്തിച്ചത്. ഏക്നാഥ് ഷിൻഡെയെ സൂറത്തിലെ ഹോട്ടലിൽ ചെന്ന് താക്കറെയുടെ അടുത്ത അനുയായികളായ മിലിന്ദ് നർവേക്കറും രവീന്ദ്ര ഫട്ടക്കും ബന്ധപ്പെട്ട ശേഷം ഉദ്ധവ് താക്കറെയുമായി സംസാരിക്കാൻ അവസരം ഒരുക്കുകയായിരുന്നു. ഇതിനിടെ BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് സൂറത്തിലെത്തി ഏക്നാഥ് ഷിൻഡെയെ കാണുവാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. മഹാരാഷ്ട്ര സർക്കാരിനെ കുതിരക്കച്ചവടത്തിലൂടെ അട്ടിമറിക്കാനുള്ള കരുനീക്കങ്ങളാണ് ഗുജറാത്ത് കേന്ദ്രമാക്കി നടക്കുന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് നേതാക്കൾ ബാലാസാഹിബ് തൊറാട്ടിന്റെ വീട്ടിൽ നിലവിലെ പ്രതിസന്ധി ചർച്ച ചെയ്യുകയാണ്. കൂടാതെ മഹാരാഷ്ട്രയിലെ NCP നേതാക്കളും നിരന്തരം സമ്പർക്കത്തിലെത്തി രാഷ്ട്രീയ നീക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏക്നാഥ് ഷിൻഡെയുടെ വിമത ഗ്രൂപ്പിന് പിന്തുണയുമായി കൂടുതൽ ശിവസേന MLA-മാർ സൂറത്തിലേക്ക് പുറപ്പെട്ടതായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ 30 MLA-മാരുടെ പിന്തുണയാണ് ഷിൻഡെ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉദ്ധവ് താക്കറെയുമായിട്ട് അത് ഷിൻഡെ ഫോണിൽ സംസാരിച്ചു, 20 മിനിറ്റോളം സംസാരിച്ചു എന്നൊക്കെ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇത്തരത്തിൽ അനുനയ നീക്കത്തിൽ വല്ല പ്രതീക്ഷയും കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ സംസാരത്തിലാണ് ഷിൻഡെ വീണ്ടും അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിച്ചത്. BJP സഖ്യത്തിനായി സമ്മർദ്ദം ചെലുത്തുകയാണ് ഷിൻഡെ വീണ്ടും ചെയ്തത്. കോൺഗ്രസ് NCP പാർട്ടികളെ ഒഴിവാക്കി BJP-യുമായി വീണ്ടും ഒരു സഖ്യത്തിനാണ് ഏക്നാഥ് ഷിൻഡെ ആവശ്യപ്പെട്ടത്, മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ തനിക്ക് തയ്യാറില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഏക്നാഥ് ഷിൻഡെ ഉറച്ചു നിൽക്കുന്നത്. നിലവിൽ നിരവധി MLA-മാർ തങ്ങളുമായി ബന്ധപ്പെട്ടെന്നും അവരെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നും അറിയിച്ചതായി ഇപ്പോൾ ശിവസേന MP സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ BJP-ക്ക് 106 MLA-മാരുടെയും ശിവസേനയ്ക്ക് 55 MLA-മാരുടെയും അംഗബലമാണുള്ളത്. മന്ത്രി ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേനയുടെ 30 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുമെന്ന് വിമത വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം സ്വതന്ത്ര MLA-മാരും ചില കോൺഗ്രസ് MLA-മാരും കൂടി ചേർന്നാൽ സംസ്ഥാനത്ത് ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ പതനം ഏതാണ്ട് ഉറപ്പാകുമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. സോണിയാഗാന്ധിയുടെ നിലപാട് ഇപ്പോഴും വ്യക്തമല്ല. അവരുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് രാഷ്ട്രീയ ഈ പ്രതിസന്ധിയെ നേരിടുന്നത് നിസ്സഹായാവസ്ഥയോടെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ ഓപ്പറേഷൻ താമരയിൽ ഈ മഹാരാഷ്ട്ര വീഴുമോ അതോ ശിവസേന വാഴുമോ എന്നൊക്കെ നമുക്ക് മണിക്കൂറുകൾക്ക് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. ലീഗ് മുൻ MLA KN ഖാദർ RSS വേദിയിൽ. കോഴിക്കോട് കേസരിയിൽ നടന്ന സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് ലീഗ് നേതാവ് പങ്കെടുത്തത്. പരിപാടിയിൽ RSS ദേശീയ നേതാവ് J നന്ദകുമാർ ഖാദറിനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ലീഗ് നേതാവും മുൻ MLA-യുമായ KN ഖാദർ കോഴിക്കോട് കേസരിയിൽ സംഘടിപ്പിച്ച സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് സംബന്ധിച്ചത്. കേസരിയിൽ സംഘടിപ്പിച്ച ബുദ്ധപ്രതിമ അനാച്ഛാദന ചടങ്ങിൽ KN ഖാദർ പങ്കെടുത്തു എന്നത് തന്നെ ലീഗിനേറ്റ വലിയൊരു പ്രഹരം കൂടിയാണ്. RSS നേതാവ് J നന്ദകുമാർ KN ഖാദറിനെ പൊന്നാട അണിയിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കാൻ KN ഖാദർ RSS വേദിയിൽ ആഗ്രഹവും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും താൻ പ്രവേശിച്ചുവെന്നും ഗുരുവായൂരിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ലെന്നുമായിരുന്നു KN ഖാദറിന്റെ പരിഭവം. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ, ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാറുണ്ട്, ഇവിടെ എന്താണ് പ്രവേശിക്കാൻ ആഗ്രഹമുള്ള. ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് BJP-യിലേക്ക് കണ്ണുവെച്ചാണ് KN ഖാദർ ഇത് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ തന്നെ ഉൾപ്പോര് ശക്തമായ ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു തിരിച്ചടി കൂടിയാവും കേസരിയിലെ KN ഖാദറിന്റെ സാന്നിധ്യവും പ്രസംഗവും. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്. കോൺഗ്രസ് ഭീകരതയ്ക്കെതിരെ LDF-ന്റെ ബഹുജന സംഗമം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നടത്തുന്ന വെളിപ്പെടുത്തൽ നാടകത്തിന് പിന്നിൽ BJP UDF ഗൂഢാലോചനയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ.
കേന്ദ്ര ഏജൻസികളുടെ കയ്യിലെ കളിപ്പാവയാണ് സ്വപ്നയെന്നും തീക്കളി നിർത്തിയില്ലെങ്കിൽ ജനം പഠിപ്പിക്കുമെന്നും കോടിയേരി പറഞ്ഞു. LDF സംഘടിപ്പിച്ച ബഹുജന സംഗമം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മുന്നണിയുടെ നിലപാടുകൾ വിശദീകരിച്ചു. സമീപ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ച് പ്രതിപക്ഷത്തിന്റെ നിഗൂഢ ലക്ഷ്യം തുറന്നു കാണിക്കാനാണ് LDFന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യ ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. ജനങ്ങൾ വീണ്ടും പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ എതിരാളികളുടെ സമനില തെറ്റിയെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് നടത്തുന്ന വെളിപ്പെടുത്തലിന് പിന്നിൽ BJP UDF ഗൂഢാലോചനയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആ സ്വപ്ന സുരേഷ് ഇപ്പോൾ കളിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ഒരു കളിപ്പാവയായിട്ടാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള ഓരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ എറിയുന്ന ഓരോ കരിങ്കല്ലും അത് ഏറ്റുവാങ്ങി നിങ്ങൾക്ക് നേരെ തിരിച്ചറിയാൻ പറ്റുന്നൊരു ജനത ഈ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വികസന പദ്ധതികൾ അട്ടിമറിക്കാനും നാട്ടിൽ കലാപം വിതയ്ക്കാനും കോൺഗ്രസും BJPയും ശ്രമിക്കുന്നു. തീക്കളി നിർത്തിയില്ലെങ്കിൽ ജനം പഠിപ്പിക്കും. സമരാഭ്യാസത്തിന് മുന്നിൽ കീഴടങ്ങാൻ സർക്കാരും LDFും തയ്യാറാകില്ലെന്നും മുഖ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമത്തെ ജനങ്ങൾ ചെറുക്കുമെന്നും കോടിയേരി പറഞ്ഞു. സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുകയാണ് ചിലരുടെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നിഗൂഢ ലക്ഷ്യം തുറന്നു കാണിക്കാനാണ് LDF ശ്രമമെന്നും കാനം വ്യക്തമാക്കി. ഏത് വഴിയും ഈ സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ ഉള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ആ നിഗൂഢ ലക്ഷ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും അവരെ അണിനിരത്തിക്കൊണ്ട് അതിനെതിരെ മുന്നോട്ട് പോകാനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ അടക്കം നിരവധി LDF നേതാക്കൾ സംഗമത്തിൽ പങ്കെടുത്തു. നന്ദകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചെറിയൊരു ഇടവേള, ഉടൻ തിരിച്ചത്. തിരികെ റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ദേശീയ വാർത്തയാണ്. യശ്വന്ത് സിൻഹ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. തീരുമാനം ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് ഉണ്ടായത്. BJPയും ഇന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയേക്കും. BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് നടക്കുന്നുണ്ട്. യോഗത്തിന് മുന്നോടിയായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനെ കണ്ട് അമിത്ഷായും രാജ്നാഥ് സിംഗ്. ആ റിപ്പോർട്ട് കാണാം. ഗോപാൽ കൃഷ്ണ ഗാന്ധിയും പിന്മാറിയതോടെയാണ് മുൻ കേന്ദ്ര ധനമന്ത്രി കൂടിയായിരുന്ന യശ്വന്ത് സിൻഹയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ തൃണമൂലിൽ നിന്ന് രാജിവെക്കണമെന്ന കോൺഗ്രസിന്റെയും ഇടതുപാർട്ടികളെയും ഉപാധി അംഗീകരിച്ച് യശ്വന്ത് സിൻഹ തൃണമൂലിൽ നിന്നും പുറത്തുവന്നു. രാജ്യം വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും തൃണമൂലിൽ നിന്ന് മാറി പ്രതിപക്ഷ ഐക്യത്തിനായി പ്രവർത്തിക്കേണ്ട സമയം ആയെന്നുമാണ് യശ്വന്ത് സിൻഹ പ്രതികരിച്ചത്. പിന്നാലെ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ യശ്വന്ത് സിൻഹയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി. I stress the word unanimously, chosen Shri Yashwant Sinha as the common candidate of the opposition parties for the presidential election which will take place on the 18th of July 2022. നേരത്തെ BJP ദേശീയ വക്താവായിരുന്ന സിൻഹ മോദിയുമായി തെറ്റിപ്പിരിഞ്ഞ് 2018 പാർട്ടി വിട്ട് 2021 തൃണമൂലിൽ ചേർന്നത്. വാജ്പേയി മന്ത്രിസഭയിൽ ധനമന്ത്രിയും വിദേശകാര്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ BJP നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ചേരുന്ന BJP പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. യശ്വന്ത് സിൻഹ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാകുന്നതോടെ BJPക്ക് വെല്ലുവിളി ശക്തമാണ്. അതിനിടെ അമിത്ഷായും രാജ്നാഥ് സിംഗും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുമായി കൂടിക്കാഴ്ച നടത്തി. കൈരളി ന്യൂസ്, ദില്ലി. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അഗ്നിപഥ് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഈ പ്രതിഷേധങ്ങൾക്കിടയിലൊക്കെ BJP സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അഗ്നിപഥ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു വാദമാണ്. അത് ആവർത്തിക്കുകയാണ് സൈന്യവും. വിപ്ലവകരമായ പദ്ധതിയാണെന്നും റിക്രൂട്ട്മെന്റുമായി മുന്നോട്ടു പോകുമെന്നും സൈന്യം പറയുന്നു. അഗ്നിപഥ് പദ്ധതി അനിവാര്യമാണെന്ന് വ്യക്തമാക്കി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും രംഗത്തെത്തിയിരിക്കുകയാണ്.
രാജ്യത്ത് അഗ്നിപഥിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയത്. അഗ്നിപഥ് പദ്ധതി നിലവിലെ സാഹചര്യത്തിൽ ഏറെ അനിവാര്യമാണെന്നും ഏറെ നാൾ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ലഫ്റ്റനന്റ് ജനറൽ അനിൽ പുരി മാധ്യമങ്ങളോട് പറഞ്ഞു. സാങ്കേതികമായുള്ള അറിവ്, സൈന്യത്തിൽ ചേരാൻ വേണ്ടി ജനങ്ങളെ ആകർഷിക്കുക, വ്യക്തികളെ ഭാവിയിലേക്ക് സജ്ജരാക്കുക എന്നീ കാര്യങ്ങളാണ് അഗ്നിപഥ് പദ്ധതികളിൽ കൂടി ലക്ഷ്യമിടുന്നതെന്നും ലഫ്റ്റനന്റ് ജനറൽ അനിൽ പുരി പറഞ്ഞു. അഗ്നിപഥ് പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ തീവെപ്പുകളിലും അക്രമ സംഭവങ്ങളിലും പങ്കാളിയായിട്ടില്ല എന്ന സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ये देश की रक्षा का सवाल है, हमारे लिए सर्वप्रिय है. खबर मिली है कि आज के नौजवान अलग अलग जगह के अंदर देखे गए हैं कि उन्होंने फिजिकल एक्टिविटी शुरू कर दी है. आपने देखा कि पिछले कई दिनों में प्रोटेस्ट, आर्सन, वायलेंस, उसके लिए कोई जगह नहीं है. अंडरटेकिंग नॉट प्लेज कि उन्होंने पार्टिसिपेट नहीं करा. അതേസമയം അഗ്നിപഥിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും രംഗത്തെത്തി. ഒരു രാത്രി വെളുത്തപ്പോൾ ഉണ്ടായ പദ്ധതിയല്ല അഗ്നിപഥ് എന്നും പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണെന്നും അജിത് ഡോവൽ വ്യക്തമാക്കി. There is no question of any rollback. There is no question. It is. Let me tell you one thing. This is not something which is a knee-jerk reaction which has come overnight. This has been being debated and discussed for decades. അതിനിടെ അഗ്നിപഥ് പദ്ധതി പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ തടസ്സ ഹർജിയുമായി കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചു. ഹർജിയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സർക്കാരിന്റെ ഭാഗം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ തടസ്സ ഹർജി. കൈരളി ന്യൂസ്, ദില്ലി. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട് 8 വർഷം മുമ്പ് നടന്ന കള്ളപ്പണ കേസിൽ രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരുകയാണ്. ഒരു ഇടവേളയ്ക്ക് വേണ്ടി പിരിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇഡി ഓഫീസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അശ്വിൻ കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, ഒരു നീണ്ട ചോദ്യം ചെയ്യലുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, തുടർച്ചയായിട്ടുള്ള ഇഡി ചോദ്യം ചെയ്യൽ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം പിരിഞ്ഞിരിക്കുന്നു, വീണ്ടും ചോദ്യം ചെയ്യലിനായി കൂടിച്ചേരുന്നു. നാളെയും ചോദ്യം ചെയ്യൽ തുടരുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? നാളെയും ചോദ്യം ചെയ്യൽ തുടരുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും 5ാമത്തെ ദിവസമാണ് രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. തുടർച്ചയായി ഇപ്പോൾ 50ഓളം മണിക്കൂർ പീടുകയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങിക്കഴിഞ്ഞിട്ട്. 5 ദിവസങ്ങളിലായി വളരെ വലിയ രീതിയിൽ വിശാലമായി ചോദ്യം ചെയ്തു എന്ന് കരുതാൻ. അതായത് 50 മണിക്കൂറോളം എടുത്താണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ 11 മണി മുതലാണ് കഴിഞ്ഞ ദിവസം, അതായത് ഈ ദിവസം രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യലിന് വന്നിട്ടുള്ളത്. അതിനുശേഷം ഈ 8:30 വരെ രാഹുൽ ഗാന്ധി പുറത്തിറങ്ങിയിട്ട് അതിനുശേഷം അരമണിക്കൂർ രാഹുൽ ഗാന്ധിക്ക് ഇടവേള നൽകുകയും അതിനുശേഷം വീണ്ടും 9 മണിക്ക് വീണ്ടും ഇഡി ഓഫീസിലെത്തിയ രാഹുൽ ഗാന്ധി വീണ്ടും സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതേസമയത്ത് തന്നെ സമാന്തരമായി വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം കൊണ്ടുപോകൽ ഇത്തരത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വലിയ രീതിയിലുള്ള മാർച്ച് ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇഡി ഓഫീസിലേക്ക് പോകാനിരുന്ന മാർച്ച് പോലീസ് AICC ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് തന്നെ തടയുകയായിരുന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. ഇവരെയൊക്കെ അടിച്ചുകൊണ്ട് പോലീസ് അക്രമം അടിച്ചുവിട്ടുകൊണ്ട് ഇവരെ വലിയ രീതിയിൽ ഈ പ്രതിഷേധത്തെ ഒതുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. AICC ആസ്ഥാനത്തൊക്കെ ബാരിക്കേഡുകൾ വെച്ച് നിരത്തി ഈ ഒരു പ്രതിഷേധത്തെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുകയും ചെയ്തത്. കേരളത്തിലെ MP ഉൾപ്പെടെ നിരവധി പേർക്ക് പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഹരിയാന ബോർഡറിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ അവരെ പാർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. അതേസമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുതുതായി പുറത്തുവരുന്നത്. അശ്വിൻ, ഈ ചോദ്യം ചെയ്യൽ എത്ര മണിവരെ നീളും എന്നതിനെ കുറിച്ച് വല്ല വിവരങ്ങളും ലഭിക്കുന്നുണ്ടോ? അഞ്ചു, നിലവിൽ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം 11 മണി വരെയാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. അതിന് മുന്നേയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെ അർദ്ധരാത്രിയോടടുക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയെ പുറത്തുവിടുകയും ചെയ്തത്. ഏകദേശം 8 മണി വരെ ഇന്ന് ക്വസ്റ്റ്യനിങ് നേടുമെന്ന കാര്യത്തിൽ കൃത്യമായി വ്യക്തതയില്ല. അതേസമയം 8 മണിക്കാണ് ഇപ്പോൾ ഇടവേള നൽകുകയും ചെയ്തത്. 8 മണി 8:30 അടുത്താണ് ഇടവേള നൽകുകയും ചെയ്തത്. അരമണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി തുടർന്ന് വീഡിയോ എത്തുകയും ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്.
വ്യക്തമാണ്. 5 ദിവസം 50 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യൽ, 6ാം ദിനത്തിലേക്ക് ചോദ്യം ചെയ്യൽ നീളുമോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത ഈ നിമിഷം വന്നില്ല. ഇത്തരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികാര നടപടി മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ സംഘർഷം അഴിച്ചുവിട്ട് ദില്ലി പോലീസ്. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നത് അകാരണമായി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനത്തിലാണ് ദില്ലി പോലീസ് സംഘർഷം അഴിച്ചുവിട്ടത്. എംപിമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. 5ാം ദിവസവും രാഹുലിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നത് അകാരണമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് ദില്ലി ED ഓഫീസിലേക്കുള്ള കോൺഗ്രസിന്റെ മാർച്ചാണ് ദില്ലി പോലീസ് തടഞ്ഞത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതോടെ കോൺഗ്രസ് നേതാക്കളെയും എംപിമാരെയും വലിച്ചിഴച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിരവധി നേതാക്കൾക്ക് അക്രമത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. AICC ആസ്ഥാനത്ത് പോലീസ് അതിക്രമമാണ് നടന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 5ാം വട്ട ചോദ്യം ചെയ്യലിന് രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച ED ഓഫീസിൽ ഹാജരായിരുന്നു. ചോദ്യം ചെയ്യൽ അകാരണമായി നീട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിൽ നിന്നുൾപ്പെടെ എല്ലാ MLA മാരോടും ഇന്ന് രാത്രിയോടെ ദില്ലിയിലെത്താനും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ EDയും കേന്ദ്രവും വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലേക്കാണ് ദില്ലി പോലീസ് അക്രമം അഴിച്ചുവിട്ടത്. MPമാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പരിക്കും പറ്റിയിട്ടുണ്ട്. AICC ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം അശ്വിൻ KP. ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ वार्ता सम्मेलन നടത്തുകയാണ് തത്സമയത്തിൽ. इनको राष्ट्रपति का प्रत्याशी घोषित किया गया है NDA की तरफ से और हम सब जानते हैं कि श्रीमती द्रौपदी मुर्मू जैसे राधाकृष्णन जी शिक्षा से जुड़े हुए थे, सर्वपल्ली राधाकृष्णन राष्ट्रपति के रूप में, उसी प्रकार द्रौपदी जी का भी जीवन आजीवन शिक्षा से जुड़ा रहा और वो टीचर के रूप में, शिक्षक के रूप में उन्होंने अपना जीवन प्रारंभ किया. बाद में वो काउंसलर भी बनी और वाइस चेयरपर्सन रायरंगपुर की बनी और उसके बाद उन्होंने एक लंबा अरसा विधायक के रूप में देखा और विधायक के रूप में वो मंत्री बनने का भी उनको सौभाग्य मिला. उन्होंने सरकार में मंत्री के रूप में भी गवर्नमेंट ऑफ उड़ीसा में ट्रांसपोर्ट, कॉमर्स, एनिमल हस्बेंड्री मिनिस्ट्री और फिशरीज मिनिस्ट्री को भी उन्होंने संभाला. और सबसे अच्छी बात ये भी रही कि उन्होंने नीलकंठ अवार्ड फॉर बेस्ट MLA 2007 का वह भी उन्होंने अर्जित किया, उनको मिला. और बाद में वो 2015 से लेकर 2021 तक झारखंड स्टेट की गवर्नर रहीं. तो इस तरीके से उनका राजनीतिक जीवन रहा है. एक बहुत ही संवेदनशील महिला नेत्री जिन्होंने शिक्षा से अपने आप को जोड़ करके जीवन में आगे बढ़े और जो जिम्मेवारियां उनको दी गई उन्होंने बहुत उत्तम तरीके से उसको निभाया है. इसलिए NDA ने और NDA के सभी घटक दलों के साथ बातचीत होते हुए आज संसदीय बोर्ड ने श्रीमती द्रौपदी मुर्मू को अपना राष्ट्रपति के कैंडिडेट के रूप में घोषित किया है. बाकी जानकारियां और डिटेल हम देंगे, उनका बायोडाटा आपको अटैच कर दिया जाएगा. यही घोषणा मुझे करनी थी. तो ये भी सब डिटेल्स वर्कआउट होगा, हम लोग उसके दृष्टि से चर्चा करेंगे, लेकिन घोषणा हुई है ये मैं बहुत बहुत धन्यवाद.
ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദ്രൗപദി മുർമു ആണ് BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒഡീഷയിൽ നിന്നുള്ള ആദിവാസി നേതാവാണ് ദ്രൗപദി മുർമു. ജാർഖണ്ഡിലെ മുൻ ഗവർണറും അതുപോലെ ഒഡീഷ മുൻ മന്ത്രിയുമാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ അല്പനിമിഷങ്ങൾക്കകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകും. അതിനുമുമ്പ് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. നമ്മൾ ദില്ലിയിലെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ, ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ദില്ലി പോലീസിനെ തുപ്പി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നെട്ട ഡിസൂസ. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഇതിനെതിരെ വലിയ തോതിലാണ് വിമർശനം ഉയരുന്നത്. അഗ്നിപഥിനെതിരെ സമരം ശക്തമാക്കി DYFI SFI പ്രവർത്തകർ. രാജസ്ഥാനിൽ DYFI SFI പ്രവർത്തകർ MPയെ വഴിയിൽ തടഞ്ഞു. ജുൻജുനു മണ്ഡലത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലാണ് നരേന്ദ്ര ചൗധരി MPയെ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞത്. രാജ്യത്തെ യുവാക്കളുടെ താൽപര്യത്തിന് വിരുദ്ധമായ അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്ന ആവശ്യം MPയുടെ മുന്നിൽ യുവാക്കൾ അവതരിപ്പിച്ചു. ഇനി കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകുകയാണെങ്കിൽ, കോൺഗ്രസ് പുനഃസംഘടനയ്ക്കായി KPCC നൽകിയ 280 അംഗ പട്ടിക ഹൈക്കമാൻഡ് തള്ളി. ചിന്തൻ ശിബിറുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പാലിച്ചില്ലെന്ന് AICC നേതൃത്വം പറയുന്നു. പട്ടിക അംഗീകരിക്കരുതെന്ന ഒരു വിഭാഗം നേതാക്കളുടെ പരാതി പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് നേതാക്കൾ പരസ്പരം കൂടിക്കാഴ്ച നടത്തി സമവായത്തിലെത്തി. വീതം വയ്പ് നടത്തി 280 അംഗ KPCC പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിന് കൈമാറി. നിലവിലെ കമ്മിറ്റിയിലെ 234 പേരെ നിലനിർത്തി. പുതുമുഖങ്ങളായ 46 പേരെ കൂടി ഉൾപ്പെടുത്തി 280 പേരുടെ പട്ടികയാണ് KPCC AICCക്ക് കൈമാറിയത്. ഫലത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പില്ല. K. സുധാകരൻ അടക്കമുള്ള നിലവിലെ നേതൃത്വം തുടരും. ഇതാണ് കേരളത്തിലെ ഉന്നത നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കിയ പരസ്പര ധാരണ. പക്ഷേ രണ്ടാം നിര നേതാക്കൾ ഇടഞ്ഞു. TN പ്രതാപൻ MP അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിന് പരാതി നൽകി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ AICC നേതൃത്വം 280 അംഗ പട്ടിക തള്ളി. ചിന്തൻ ശിബിരത്തിന്റെ തീരുമാനങ്ങൾ പാലിച്ചില്ല. 50 വയസ്സിൽ താഴെയുള്ള അംഗങ്ങളുടെ പ്രാതിനിധ്യം കുറവാണ്. ആവശ്യത്തിന് വനിതാ പ്രാതിനിധ്യമില്ല. സാമുദായിക സന്തുലനം പാലിക്കപ്പെട്ടില്ല തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കമാൻഡ് പട്ടിക മടക്കിയതെന്നാണ് വിവരം. സംഘടനാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി ഉന്നത നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കിയ ധാരണയാണ് ഇതോടെ പൊളിഞ്ഞത്. അർഹരായവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാതെ പട്ടിക അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹൈക്കമാൻഡ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. KSRTC ജീവനക്കാർക്ക് എല്ലാ മാസവും 5-നകം ശമ്പളം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ടിക്കറ്റ് വരുമാനം ചെലവഴിക്കുമ്പോൾ ശമ്പള വിതരണത്തിന് മുൻഗണന നൽകണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ശമ്പള വിതരണം വൈകുന്നുവെന്നാരോപിച്ച് ഡ്രൈവർ, കണ്ടക്ടർ തസ്തികയിലെ ജീവനക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഈ ഇടക്കാല ഉത്തരവ്. തസ്തികയിലുള്ള ജീവനക്കാർക്ക് ശമ്പള വിതരണത്തിൽ മുൻഗണന നൽകുന്നു എന്നാരോപിച്ച് ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ തസ്തികകളിലുള്ള ജീവനക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ശമ്പള വിതരണത്തിന് മുൻഗണന നൽകണമെന്ന് KSRTCക്ക് നിർദ്ദേശം നൽകി. ടിക്കറ്റ് വരുമാനത്തിൽ നിന്നുള്ള പണം ചെലവഴിക്കുമ്പോൾ ശമ്പളം നൽകുന്നതിനായിരിക്കണം ആദ്യ പരിഗണന. വായ്പയുടെ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കാൾ മുൻഗണന ശമ്പള വിതരണത്തിന് നൽകണം. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണം. എല്ലാ മാസവും 30 കോടി രൂപ നൽകുന്നുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. മാത്രവുമല്ല, KSRTCയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും സർക്കാർ അറിയിച്ചു. അത് നടക്കട്ടെ എന്നും അതിൽ ഇടപെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. 3500 കോടി രൂപയുടെ ബാധ്യതയിൽ തീരുമാനമെടുക്കാതെ KSRTCക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് കോടതി പരാമർശിച്ചു. കിട്ടുന്ന വരുമാനമെല്ലാം ബാങ്ക് കൺസോർഷ്യത്തിലേക്ക് വായ്പയുടെ തിരിച്ചടവായി പോവുകയാണ്. 8 കോടിയെങ്കിലും ഒരു ദിവസം വരുമാനം ലഭിച്ചാൽ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്ന് KSRTC കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുറപ്പെടുവിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം ആസ്തി ബാധ്യതകൾ സംബന്ധിച്ച വിശദീകരണ പത്രിക കഴിഞ്ഞ ദിവസം KSRTC കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 12,100 കോടി രൂപ വായ്പ കുടിശ്ശികയും 5,255 ബസ്സുകൾ സർവീസ് നടത്തുന്നതായും 417 ഏക്കർ ഭൂമി കോർപ്പറേഷന് സ്വന്തമായുണ്ട് എന്നുമായിരുന്നു KSRTCയുടെ സത്യവാങ്മൂലം. കൈരളി ന്യൂസ്, കൊച്ചി.
പ്രതിപക്ഷം രാഷ്ട്രപതിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാ ബിജെപിയും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദ്രൗപദി മുർമു ആണ് ബിജെപിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ആദിവാസി വനിത എന്ന നിലയിൽ, ഒഡീസയിലെ മുൻ മന്ത്രി എന്ന നിലയിൽ ഇത്തരത്തിൽ ഒരു വനിതയാണ് ബിജെപി ഇപ്പോൾ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അഞ്ജു, അല്പം മുന്നെയാണ് ബി.ജെ.പി. അവരുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബി.ജെ.പി. ഇത്തരത്തിൽ ഒരു ആദിവാസി മേഖലയിൽ നിന്നോ ഒരാളെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദ്രൗപദി മുർമുവിനെയാണ് ബി.ജെ.പി. അവരുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് ദ്രൗപദി മുർമു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് മുൻ ഗവർണർ ആയിരുന്നു. ഒഡീഷയിൽ മന്ത്രിയായിട്ട് ഒരു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വലിയൊരു പൊളിറ്റിക്കൽ കരിയറുള്ള ആളാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. തുടക്കം മുതൽ തന്നെ ദ്രൗപദി മുർമുവിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. എന്തായാലും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ദ്രൗപദി മുർമുവിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നും ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം, ആദ്യമായിട്ട് ഒരു രാഷ്ട്രപതി വേണം എന്നുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദ്രൗപദി മുർമുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി കഴിഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി, അതോടൊപ്പം രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി, ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രത്യേകതകൾ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ബി.ജെ.പി. അവരുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷം അവരുടെ സ്ഥാനാർത്ഥി ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രഖ്യാപിച്ചത്. യശ്വന്ത് സിൻഹയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഇപ്പോൾ ബി.ജെ.പിയും അവരുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ യശ്വന്ത് സിൻഹ വേഴ്സസ് ദ്രൗപദി മുർമു എന്ന മത്സരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്ന് വൈകിട്ട് ബി.ജെ.പിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇവർ നടത്തിയ ചർച്ചയിൽ പല പേരുകളും ഉയർന്നു വന്നെങ്കിലും അവസാനം ഇത്തരത്തിൽ ഇത്തവണ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നതിലേക്ക് ചർച്ചകളെത്തുകയും അവിടെ നിന്നാണ് ദ്രൗപദി മുർമുവിനെ തന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഇപ്പോൾ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. അഞ്ജു, വിഷ്ണു, അതുപോലെ തന്നെ ഈ ഒരു ദളിത് മുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി. ലക്ഷ്യമാക്കുന്നത് ഇതിലൂടെ എന്താണ്? അഞ്ജു, ഇവിടെ തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയം കൂടി വ്യക്തമാണ്. കാരണം ഇപ്പോൾ രാജ്യത്തെ തന്നെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ ബി.ജെ.പി. നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും മതന്യൂനപക്ഷങ്ങൾക്കെതിരെയായാലും അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെയായാലും ഒരു അടിച്ചമർത്തൽ ഒരു നയം ബി.ജെ.പി. പലപ്പോഴും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം വോട്ടുകളൊന്നും തന്നെ ഭിന്നിച്ചു പോവാതിരിക്കുക എന്നതാണ് ഇത്തരമൊരു നീക്കത്തിലൂടെ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ഇനി അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് വലിയ ഒരു കാലതാമസമില്ല. 2024 ഇനി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുക. അപ്പോൾ ആ പൊതു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം വിഭാഗങ്ങളുടെ കൂടി വോട്ട് ബി.ജെ.പിക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരമൊരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ ബി.ജെ.പി. നൽകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. അത്തരമൊരു നീക്കമാണ് നടത്തിക്കൊണ്ട് രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ആദിവാസി മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ ബി.ജെ.പി. ഇത്തരത്തിൽ ഒരു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അഞ്ജു.